എന്റെ പേര് പറയുമ്പോൾ എന്റെ വീട് എവിടാ? ആരെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്റെ വീട് ആരെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റിയതുണ്ടെന്ന് ആരും വിശ്വസിക്കൂ. ഞാൻ കഞ്ചാവെന്ന് വിചാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കിഴങ്ങ് അപ്പുറത്തൊന്നും മേടിക്കാം. അതാ സുധാകരനെ ഏളെ കേണ ചെറുക്കനല്ലേ, അവനെ കൂടെ അങ്ങ് ഇറക്കാം. അങ്ങ് ഇറങ്ങി തരാം. ഞാൻറാ ചന്തോണ്ണ, നിന്റെ വീടിന്റെ അപ്പുറത്താ. നീ ഇപ്പൊ എടുത്തോടാ. ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ആരോ ആണ്. എവന്റെ കൂടെ പോയാൽ എന്റെ വീട് കണ്ടുപിടിക്കാം. ചന്തോണ്ടായിരുന്ന ഇത് ആരടുത്ത് പറയണം? ഞാൻ ഈ വേരത്തുനിന്ന് കയറി വന്നിട്ട് കണ്ണം കാട്ടി പിടിച്ചില്ല. വീട്ടിൽ പോണ വഴിയൊക്കെ അറിയാലല്ലേ എന്റെ. എന്താ പരുങ്ങുന്ന എന്താ നീ ചുരുട്ടാ? ഇയാളുടെ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കൂ. പറയാം അണ്ണാ. പിന്നെ എന്താ എന്തായാലും വിഷയം ഉണ്ടാ? ഉണ്ടെങ്കിൽ അണ്ണൻ്റെ അടുത്ത് പറയണം. മടിയൊന്നും വേണ്ട. അടുത്ത ട്രെയിൻ അണ്ണന് നാട് വിടുള്ളൂ. അണ്ണാ സംഭവം ഞാനല്ല ഉറക്കത്തിൽ കട്ടിലിന്റെ വണ്ടിയെന്ന് കുടുക്ക തെറ്റി തറയിലൊന്ന് വീണ്. എന്താ നീ പറയുന്ന? അണ്ണാ കട്ടിലിന്റെ സൈഡിലെ മറ്റേ പൈസ ഇറങ്ങ കുടുക്ക അതും തെറ്റിയടി ഞാൻ വീണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി പറയണ കേക്കി നിങ്ങള്. അതായിരുന്നു. ഞാൻ ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോടാ. ആ സുധാരണ നാട് മൊത്തം കിടന്ന് നിനക്ക് പെണ്ണാലോചിക്കുന്നു. അത് വെറുതെ ആയിപ്പോ നീ വിചാരിച്ചു. നീ ബാക്കി പറ. അണ്ണാ കട്ടിലിന്ന് ഉരുണ്ട് താഴെ വീണപ്പോ എന്റെ മറ്റേ കട്ട അങ്ങ് തെറ്റി. നീ എന്താടാ ഈ പറയുന്നത്? പൊന്നെണ്ണ ഇവിടെ ഇരിക്കണ മറ്റേ മെഡില ഒപ്പളാൻ കട്ടയില്ലേ, അത് ഊരി എന്റെ ചെവിയിൽ അവിടെ വന്ന് അത് തട്ടിയാ എങ്ങനെയെങ്കിലും അങ്ങ് ശരിയാക്കി വെച്ച്. അതെല്ലാം പോട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പം പാർത്ഥിവനായിരുന്ന ഞാൻ ലിയോ ആയി. നമ്മളെ അച്ഛയില്ലേ ഇത് സൗണ്ടും കേട്ടോണ്ട് വന്ന കഥവിന് കുത്തി. ഞാൻ കഥ പറഞ്ഞിട്ട് ചോദിക്കില്ലേ നീ ആരടാന്ന്. കാരണം 5 മിനിറ്റ് കഴിയുമ്പോൾ ബോധം പോവും, 5 മിനിറ്റ് കഴിയുമ്പോൾ ബോധം വരും. മറ്റേ ഗജനീര സൂര്യ കണക്ക്. ഞാൻ കണ്ടത് 2 സിനിമ കണ്ടിരുന്നത്. ഹസിനെ കൊള്ളാം. അത് തന്നെ. ആ പടത്തില് നിനക്ക് സംഭവം എന്റെ രോഗം മനസ്സിലായ? അപ്പൊ നിനക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല, മറന്നുപോയി. എടേ ഞാൻ ഇവിടെ ഇരുന്നപ്പോ നീ ഓർമ്മയില്ലാതെ വന്ന് കയറി എന്നെ. അതെങ്കിലും ഒന്ന് തുറന്നു പറ. സത്യം പറഞ്ഞ എന്നാ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. വേണ്ട, ഇപ്പൊ 4 മിനിറ്റ് ആയി എന്റെ ബോധം പോയി. 1 മിനിറ്റും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നീ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെഡിക്കൽ സയൻസ് ഒക്കെ പഠിച്ചാണല്ലോ, അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ മരുന്നും പ്രതിവിധിയൊക്കെ. എടാ അമേരിക്കയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ഉണ്ട്, ഇതിന്റെ ഗുളികയാണ്. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഈ വില കൂടുതലാണ്, ഞാൻ ഒപ്പിച്ചു തരാം. അത് കഴിച്ചു നോക്ക് നീ. ഇതിന്റെ സാധനമാണ്. എത്ര രൂപ മുടക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. സംഭവം എന്റെ പേര് വല്ലതും അറിയാമോ നിങ്ങൾക്ക്? എന്റെ അസുഖം മാറുമല്ലോ, അത് മതി. എടാ ഇത് ഒരു തവണ അമേരിക്കയിൽ നിന്ന് ഒരെണ്ണേ വരുത്തത്തുള്ളൂ നമുക്ക്. സത്യം പറഞ്ഞാൽ അത് ഞാൻ നമ്മളെ മുക്കില മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞേക്കാം. അവരെടുത്ത് വെച്ചിരിക്കും. എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം. പേഴ്സ്റ്റമോൾ, അതാണ് എൻ്റെ പേര്, പേഴ്സ്റ്റമോൾ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ വേറെണ്ണം ഉണ്ട്, 10 മിനിറ്റ് നിൽക്കുന്ന സാധനമുണ്ട് ഓർമ്മിക്കുന്നത്, അതുവരെ പോകും. അതെന്താണ് നിങ്ങളിപ്പോൾ മൂക്ക് വെച്ച് പറഞ്ഞത്? എടാ മെഡിക്കൽ സയൻസ് അത് കൂട്ടി വായിക്കുമ്പോൾ വായിച്ച് പറഞ്ഞില്ല. പാരസിറ്റമോൾ ആണെങ്കിൽ അതിന് വേറൊരു അർത്ഥം, പാരസിറ്റമോൾ, പേസ്റ്റമോൾ, പേസ്റ്റമോൾ. അത് നമ്മൾ ഇവിടെ നിന്ന് കാറ്റ് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും. അതാണ് ഞാൻ പേസ്റ്റമോൾ പറഞ്ഞത്. അത് അങ്ങനെയാണ് എൻ്റെ ഉച്ചാരണം, അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പേര് ഈ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാറണ്ട, അത് എന്തൊരു സംഭവം എന്ന് ഞാൻ നോക്കട്ടെ. ഗൂഗിൾ അവിടെ വോയിസ് ടൈപ്പിംഗ് ഇടാം. നെറ്റ് കിട്ടുന്നില്ല അല്ലേടാ? ഇല്ലേ, പാരസെറ്റമോൾ. ആണ്ടേ ഇതണ്ട ബ്ലൂ കളറിലാണ് അവൈലബിൾ. 650 mg നമുക്ക് ഇത് പോണത്. മറ്റുണ്ട് 250 എത്ര ഉണ്ട്, അത് പോകത്തില്ല, അത് പാടാണ്. ഇനി 650 കഴിച്ചു നോക്കും, വില കൂടുതലാണ്. ഞാൻ ഒപ്പിച്ചു തരാൻ പറ, അവിടെ പറഞ്ഞേക്കാം നമുക്ക്. ഇതാണ് എനിക്ക് വേണ്ടുന്നത്. കിട്ടി. അല്ല ഇതാര് ചന്തു അണ്ണനാ? പുതിയ വണ്ടിയൊക്കെ എടുത്താ കൊള്ള. എന്താ ഇവിടെ അയക്കണത്? ആണ്ട ചൂപ്പി 5 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ബോധം തിരിച്ചു വന്ന് കാലിന്. പ്രസിഡന്റിന്റെ മോളാ? ഏത്? ആ പടലി കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടി പോയത്. പിന്നെ നിങ്ങൾ എന്നെ താഴെ മുക്കിലോട്ടാക്കി.